നിങ്ങളെ പേരെന്താ? അയച്ചൂന്നും പറയും അയ്യറൂന്നും പറയും. ഈ കട തുടങ്ങിയിട്ട് എത്ര കൊല്ലായി? ഇപ്പൊരാള് കൊല്ലായി. കട ഇപ്പൊ എത്ര വയസ്സായി നിങ്ങക്ക്? 100 കഴിഞ്ഞിട്ട് 3 മാസമായി. 100 വയസ്സ് കഴിഞ്ഞ് 3 മാസമായി. അപ്പൊ നിങ്ങളെ ഈ നമ്മൾ പുതിയ തലമുറക്കേ നിങ്ങളെ ഈ ആരോഗ്യത്തിന്റെ ഈ ഇപ്പത്തെ ഈ രഹസ്യം എന്തൊക്കെയാന്നില്ലേ, ഇപ്പത്തെ ചെക്കന്മാര് പാലിക്കേണ്ടത് എന്തൊക്കെ ഒന്ന് പറഞ്ഞെടുത്താണ് നിങ്ങള്? അതായത് ഇപ്പം ആ സാധനം ഒന്നും കിട്ടൂല. ഞാന് അരിഭക്ഷണം കഴിക്കലില്ല. അരിഭക്ഷണം തീരെ കഴിക്കില്ല? കഞ്ഞിന്റെ വെള്ളം 2 ഗ്ലാസ് കുടിക്കും. രാവിലെയോ? രാവിലെ ചായ കുടിച്ചും, കട്ടൻ ചായ. പാലിറങ്ങി ഞാൻ കുടിച്ചത്. നമ്മളവിടെ തന്നെ ആട്ടുംപാൽ ഇതൊക്കെ ഉണ്ട്, ഞാൻ കുടിച്ചില്ല. പിന്നെ ഇളനിയും വെട്ടി കുടിച്ചും. അതൊന്നും കുടിക്കും? അതൊന്നും കുടിച്ചും. ഇളനി. രാത്രിയോ? രാത്രി ഒരു ചായയും പത്തിയൊക്കെ. വേറെ എന്തെങ്കിലും ചെയ്യണ്ടോ? മരപ്പണിക്കും ഞാൻ എടുക്കാത്ത പണിയൊന്നുമില്ല. എന്താ ഞാന് ഇവിടുന്ന് മൈസൂര് കൊടില് ഇതൊക്കെ നടന്നു പോയിട്ട്. അന്ന് ബസ്സില്ല, അന്ന് കുതിരണ്ടി കാളണ്ടി. ഈ തവരന്റെ ഇലണ്ടോ ഈ റോഡിന്റെ അന്നൊക്കെ പട്ടിണി കാലം. തവരന്റെ ഇലയൊക്കെ കഞ്ഞി ചുറ്റുന്ന കാലം. അന്നത്തെ ഈ കാളും തവരന്റെ രസം നിറച്ചില്ല. ഒന്നാമത് ഭക്ഷണം തന്നെ പലതും മാറ്റം. മായമില്ലാത്തൊരു ഭക്ഷണം തന്നെ കിട്ടില്ല. ഫുള്ള് മായല്ല ഭക്ഷണമല്ലേ കഴിക്കണേ. അത് അന്ന് ഈർമ്പന കുടപ്പന അതൊക്കെ കഴിച്ചു. എന്നാലും ഞാൻ അപ്പോഴും കഴിച്ചു. ഞാൻ ഇപ്പം ഇവിടെയൊക്കെ നമ്മളിവിടെ ചാമ കിട്ടാനൊക്കെ കാണും. മുമ്പത്തെ ചാമ കിട്ടാൻ പ്രശ്നം ഞാൻ അപ്പോഴും കൊണ്ടുപോകും. ഈ മലയിൽ പണി നിൽക്കണേ മറ്റേ ആദിവാസികളുണ്ട്, മഞ്ചേരി കിട്ടും. അരിയാക്കി കൊണ്ട് അത് മുമ്പത്തെ ചാമൻ്റെ അരി. അതുപോലെ തന്നെ ഈ മുളങ്കട്ട അതൊക്കെ ഇഷ്ടംപോലെ കിട്ടും. അതൊക്കെയാ കഴിക്കല്? കോട്ടും മുഴുവനും ഞാൻ തിന്നലില്ല. ആശക്തി ഉറങ്ങും. 7 മണിയായാലും 7 മണി. ഇപ്പം ചിലപ്പോൾ ഞാനിങ്ങനെ കുട്ടികളെ കൂടെ ഒക്കെ നടന്നു പോയി നോക്കും. രാവിലെ നീക്കാൻ ഞാൻ 4 മണിക്ക് പോരും. ഇവിടേക്ക് 4 മണിക്ക് കട തുറക്കും. എന്നിട്ട് ഇതൊക്കെ ശരിക്കാക്കി വെച്ചിട്ട് ഇതൊക്കെ തുണി വെച്ച് തുറന്നു നിൽക്കും. എന്നും 4 മണിയായ കട തുറക്കും. ഏതായാലും നേരെ എങ്ങനെയെങ്കിലും നീക്കാൻ പറ്റിയെങ്കിൽ മാത്രമേ. അത് 4 മണിക്ക് ഉറക്കണേ ഒരു 3 മണിക്ക് നിങ്ങൾ നീക്കേണ്ടി വരും. 3 മണിക്കല്ല, അതിൻ്റെ ഒക്കെ മുന്നേ നീക്കും.